ഓ ഈ ഇരിക്കുന്ന സ്ഥലം ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണോ? കഴിഞ്ഞ മാസത്തിൽ കുറെ ദിവസം കാറ്റ് ഫാമിലായിരുന്നു പണി. കാറ്റ് ഫാമോ? ആ അതെ, ജയില് വക പശുക്കൾ നോക്കുന്ന സ്ഥലേ കാറ്റിൽ ഫാം. അത് തന്നെ. അത് ഈ കോമ്പൗണ്ടിന് പുറത്താ. പശുക്കളെ കുളിപ്പിച്ച് ചാണകം വാരി മനുഷ്യന്റെ ഉപ്പാട് വരും. എന്നാലും പുറത്തിറങ്ങി ഫ്രഷ് ആയിട്ട് ഏറ് ശ്വസിച്ച് തീവണ്ടി കയറി പോവാല്ല. അതാണ് ഒരു സന്തോഷം. തീവണ്ടിയില്ലോ? പടച്ചോനെ, ഈ ജയിലിൽ വന്നിട്ട് അതൊന്നും അറിഞ്ഞൂടെ? 12 മണിക്ക് ഒരു തീവണ്ടി ഉണ്ടായിരുന്നില്ല. അതെ, ഇത് കണ്ട ഈ പരിപാടിയായിട്ട് ഇവിടെ തീവണ്ടി കണ്ട, അതിലിങ്ങനെ ചാടി കയറുന്നിട്ട് വെള്ളത്തിൽ കളിച്ച് ടാങ്കറിലോട് അടിക്കുന്ന വെള്ളം. കിണറ്റിലെ വെള്ളം പറ്റിച്ചതും കോർപ്പറേഷൻ വക പൈപ്പ് ലൈൻ പൊളിച്ചു വിടാൻ ഓർഡർ ഇട്ടത് ഞങ്ങളല്ലല്ലോ. ആവശ്യത്തിന് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ നീരാഹാരം കിടക്കും ഇവിടെ. ചാനലുകാരൻ പത്രക്കാരൻ വീണ്ടും വിളിച്ചു വരുത്തണ. നീ എന്റെ കൈ മേടിക്കും? കോയ കയ്യും കാലും ഒന്നും മേടിക്കില്ല. കോയ മേടിക്കണമെങ്കിൽ ഒരു ടാങ്കർ ലോറി മേടിക്കും, ഇങ്ങോട്ട് വെള്ളം അടിക്കാനായിട്ട്. എന്നാലും നീ ഇതിനകത്തുനിന്ന് പോവല്ല. നിനക്ക് നാണമില്ലടാ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ? സാർ എത്ര വർഷമായിട്ട് അത് കയറി ഇറങ്ങി നടക്കണത്? സാറിന് നാണാവൂലേ? പോടാ പോടാ. ആ ഞാൻ പൊക്കോളാം. അവസാനം ഞാൻ ജയിലാടി എന്ന് പറയണ്ടാ. പോടാ ഒരേ മാമാര്. നിനക്കെന്തൊരു ആലോചന? കാറ്റിൽ ഫാം കോമ്പൗണ്ടിന് പുറത്താന്നല്ലേ നീ പറഞ്ഞു? അതെന്താടാ? കുറച്ച് ദിവസം ഡ്യൂട്ടി അവിടെ കിട്ടുമെന്ന് ആലോചിച്ച. നിന്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കയ്യിലില്ല. 3-4 കഷ്ണങ്ങൾ കൂടി ഒരു ഫോൺ ബൂത്താവും. എവിടെയത്? വാ. എന്താ ഇത്? ബാറ്ററി സിം കടന്നില്ലേ? ബാറ്ററി ഞാൻ ചാർജ് ആവാൻ വേണ്ടി വെച്ചേക്കിരുന്ന്. ചാർജ് ആയോ ആവോ? ഹലോ, കബീർ ഭായി അല്ലേ? അത് ശരി. കബീർ ഭായ്, ഉണ്ണികൃഷ്ണൻ. തിരിച്ച് ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. പോകാനുള്ള വണ്ടി ലൈൻ ഫോളിനാകുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് എത്തണം. ഇല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ചെയ്തു വെച്ച സെറ്റപ്പ് എല്ലാം പൊളിയും. പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തും. എത്തിയില്ലെങ്കിൽ എന്റെ ജീവൻ ഏമാന്മാരെടുക്കും. കാത്തോണേ. അന്നേ
ഒരു ദാക്ഷിണ്യം വേണ്ട. സുലൈമാൻ ബാബ ആരാണെന്ന് ഈ പോർട്ട് മുഴുവൻ അറിയണം. കേട്ടല്ലോ? അത് പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട. പിരിവ് തരാത്ത ഒറ്റ ഒരുത്തിനെ വെറുതെ വിടണ്ട. അടിച്ച് നിരപ്പായിക്കും. ആ കബീരെ, ഇയാളോട് പോയി. കബീരെ, ഓ താനിത് എവിടെ ആയിരുന്നു? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതായിരുന്നു. അവരോട് ചെന്ന് കളക്ഷൻ എടുത്തോണ്ട് വാ. പതുങ്ങി മാറി എന്നാലേ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ആകെ ഞാൻ. വാ ഇസ്മായിലേ വാ. നിങ്ങളെന്നോട് വേണം. ഞാനല്ല, ഇവനാ ചെയ്ത്. ഞാൻ നിന്നെ ചതിച്ചു. ഞാൻ എന്ത് ഇനി നീയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. അല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് ഞങ്ങളോട് പൊറുക്കില്ല. Na 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 no, not a devil done done, not an angel done done man with 1,000 faces done 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 done. Hey, 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 വേഗം നടക്കണം അങ്ങോട്ട്. എന്താണ് പരം കളിക്കുന്നത്? പേര് നടക്കാം. അല്ല അത് സാറേ ഉണ്ണികൃഷ്ണൻ എവിടാ? നിന്റെ കൂടെ പറ ഉണ്ണികൃഷ്ണൻ. അതില്ലേ എന്താടാകുന്ന അണിഞ്ഞിരിക്കുന്നത്? സാറേ നീ ഇപ്പൊ എവിടെ വരുന്നത്? സാറ് നല്ല ചൂടല്ലേ, ഞാൻ അപ്പുറത്ത് തോട്ടിക്കുടി ചടി. നടക്കണ വരിയില്ലേ? നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. അന്ന് അവന് കാറ്റിൽ ഫാമിലായിരുന്നു ജോലി. രാവിലെ മുതൽ 5 മണിക്ക് തിരിച്ച് കയറ്റുന്നവരെ ഫുൾ ടൈം അവനോട് ഉണ്ടായിരുന്നു എന്നാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഉറപ്പിച്ച് പറയുന്നത്. പോലീസുകാർ പറഞ്ഞത് സാറിന് വേദവാക്യമായിരിക്കാം. ആனா நாங்க நம்ப மாட்டோம். because we have an eye witness. കണ്ണാലെ പാട്ട് സാക്ഷി ഇருக்கு. ഓനെ കണ്ണുകൊണ്ട് കണ്ട ദൃക്സാക്ഷിയുണ്ട്. ഇസ്മായിലേ, ഇങ്ങ അടുത്ത് വരി. ഇത് നമ്മുടെ സുലൈമാന്റെ കയ്യാളാ. വടക്കനാ, കൈത്തു പോയാലും കളവ് പറയില്ല. പറ ഇസ്മായിലേ, ഇജ്ജ് എന്താ കണ്ടെന്ന് സാറിന് നേരിട്ട് പറ. ഭയപ്പെട വേണ്ട, ധൈര്യമാ സാർക്കിட்ட சொல்லுங்க. നമ്മള് കണ്ടതാ. സുലൈമാൻ ബാബയുടെ നിലവിളി കേട്ട് വന്ന് നോക്കിയപ്പോഴാ ചോര ചീറ്റി പെടഞ്ഞ് വീണ് കിടക്കണ കണ്ടത്. പെട്ടെന്ന് നമ്മൾ ചുറ്റും നോക്കിയപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തം മുഖർ തിരിച്ച് വല്ലാത്തൊരു നോട്ടം. അത് അവൻ തന്നെ. നമ്മൾ ശരിക്കും കണ്ടതാ. കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു.
പക്ഷേങ്കില് അബൂട്ടിനെ മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞുള്ളൂ. പിന്നാലെ ഓടിച്ചെന്നപ്പോഴേക്കും അവന്മാര് വിട്ടുകിടന്നു. നീ വെക്കോ, ശരി. എന്താണ് സാർ? എന്നാലും അത്രയും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ അവൻ പണമെറിഞ്ഞ കള്ളും കഞ്ചാവും ഫോണും വേണമെന്ന പൊണ്ണും. ആ അയ്യോ വേണ്ട വെങ്കടാചലപതി, 5 സ്റ്റാർ ഹോട്ടൽ സാപ്പാട് വരെ എത്തിച്ചു കൊടുക്കാൻ ആളുണ്ടല്ലോ സാറിന്റെ ഡിപ്പാർട്ട്മെന്റില്. അവൻ എവിടുന്ന് പണം കിട്ടാനാ സാർ? പണമില്ലാതെ അവൻ ഹൈക്കോടതിയിൽ റിവ്യൂവിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ല, ഇനി നമ്മൾ മൂത്രമൊഴിക്കാൻ പോലും ഇല്ല. അല്ലെങ്കിൽ സാമിയും ക്യാപ്റ്റൻ പ്ലാനിട്ട് പറഞ്ഞതിന് നമ്മൾ കൂട്ടുന്നല്ലേ ഉള്ളൂ. ഓ, ആപത്ത് വരുമ്പോ വരട്ട് നായം പറയാറുങ്കോ അബ്ദുള്ള സാർ. 9ാം ഫ്ലോറിലെ ഫ്ലാറ്റിൽ ഇருந்து എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നാ கடம்ப கிடக்கணும்னு தெரியுமா? இருந்தாலும் ஏதாவது டவுட் இருந்தா உங்களுக்கு நான் இன்ஃபார்ம் பண்றேன். ஓகே? സുപ്രീം കോടതി ജഡ്ജി എന്തെങ്കിലും ഒരു ഇത്തിരി സാധനം ഹാർബർ വഴി വേണ്ട. ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പിക കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. പുറത്ത് വെച്ച് എന്തെങ്കിലും ചെയ്ത നാട്ടുകാരാണ്. இத பாருங்க, ஃபர்ஸ்ட் ஃப்ளோர்ல பத்மாவதியோட ஃபிளாட்ல திருப்பதின்னு ஏதோ சாமி வந்திருக்கார். பார்த்து கூப்பிட்டு வரட்டுமா? பாட்டுக்கோ, ஆனா இங்கோட்டு கூட்டிக்கொண்டு வர வேண்டாம். ஏன் இப்படி சொல்ற? சுவாமிமாரோட மேலுள்ள விசுவாசம் எல்லாம் போயிட்டு இருக்கு. ஐயோ, அப்படி எல்லாம் சொல்லாதீங்க, கடவுள் பொறுக்காது. அந்த கடவுளுக்கே ஓங்கார பொருள் சொல்லி கொடுத்த ஆறுமுகனடினா அசக்க முடியாது, தெரியுமா? யார் இது? இதுதான் எங்களோட பிசினஸ் கேப்டன். എന്തെങ്കിലും ப்ராப்ளம் பண்ணா நம்ம கையிலும் எவிடன்ஸ் வேண்டாமா? அதுக்கு தான் இந்த கேமரா ட்ரிக்கனிலே எல்லாமே ஷூட் பண்ணி வச்சிருக்கேன். கர்மம் கர்மம், உங்களை நம்பவே முடியாது. நான் சாமியை பார்த்துட்டு வரேன். கதவு தாப்பா போட்டுக்குங்க. ஓகே ஓகே. കോൺസ്റ്റബിൾ, വണ്ടി തിരിക്കോ. സ്വാമിയുടെ അപ്പാർട്ട്മെന്റ്സിലേക്ക് വിട്. ഹറി അപ്പ്, ഗോ ഫാസ്റ്റ്. ഉണ്ണികൃഷ്ണ, എന്നെ ഒന്നും ചെയ്യരുത്. ഐ ആം ഒൺലി an advisor. എല്ലാം ക്യാപ്റ്റൻ കോയാർ സാഹിബിന്റെ ഉത്തരവനുസരിച്ച് മറ്റുള്ളവർ പറഞ്ഞ ഒരു മീഡിയേറ്റ് മാത്രം. പാര് പാര്, ഞാൻ കാട്ടറേ. കണക്ക് മുഴുവനും നാട്ടുകാരെ ബോധിപ്പിക്കണമെന്നും പെമ്പിള്ളേരെ പിഴപ്പിച്ച കേസിൽ പരസ്യമായി മാപ്പ് പറയണമെന്നൊക്കെ പറയാൻ ഇയാളെ പ്രധാനമന്ത്രി. അതാ സുപ്രീം കോടതി ജഡ്ജി. എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്ന് അറിയാവോ? വേണ്ട, ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേക്ക്. പുറത്ത് വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരിളകും. ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. ആ സകലതും കേട്ടിട്ട് ആ കാസിം ബാബയുടെ മുഖത്തിന്റെ അടിച്ചോലെ പറഞ്ഞിട്ട് നമ്മുടെ പിടിയിൽ നിന്ന് ഹറാമി രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറെ ഒരു തന്നെ കിട്ടുമെന്ന് ഞമ്മക്ക് തോന്നണേ ഇല്ല. മതി, നിർത്ത്. സുലൈമാൻ, പാത്തല്ലേ, എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാൻ ഞാൻ ഈശ്വരനല്ലല്ലോ, സുബ്രഹ്മണ്യ സ്വാമി. ഉണ്ണികൃഷ്ണ, ഞാൻ എന്നാ വേണേലും തരേ. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്തും തരൂ. എന്ത് വേണമെങ്കിലും തരും. ഞാനൊരു ബ്രാഹ്മണ, വാക്ക് മാറില്ല. താ. ബാബയുടെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചതാ. ഉണ്ണികൃഷ്ണ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ സ്വാമി ഇത് കൊച്ചുകുട്ടികളെ പോലെ? സ്വാമി കുറച്ചു നേരമല്ലോ വാച്ച് നോക്കണോ? എന്താ അത്യാവശ്യമായിട്ടെവിടെയെങ്കിലും പോണോ? അതോ പ്രധാനപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടോ? ഇത് ഞാൻ എടുക്കുക. ഉണ്ണികൃഷ്ണ, അത് കൊണ്ടുപോയാലേ
അതിന് സ്വാമി പോവല്ലേ? എങ്ങോട്ട്? സുബ്രഹ്മണ്യ സ്വാമിയുടെ അച്ഛന്റെ അടുത്തേക്ക്. ദ റിയൽ ഡോൺ, സാക്ഷാൽ പരമശിവന്റെ അടുത്തേക്ക്. സിക്കന്ദർ ഭായ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. തൊട്ടുകളി വേണ്ട, എടുത്ത് താഴേക്കറിഞ്ഞേക്ക്. പിടിച്ച്